നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നത് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സ്കിൻ കെയറിൻ്റെ കുറേ ആയിട്ട് കൊണ്ടുവരാം, ഹെയർ കെയറിൻ്റെ ശ്രദ്ധിക്കാറില്ല. മുടി ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ മുടി മൊത്തം പോയി. നല്ല മുടി ഉണ്ടായിരുന്നതായിരുന്നു, ഇപ്പം മൊത്തം മുട്ടയായി എന്ന് തന്നെ പറയാം. ആ ഒരു അവസ്ഥയിലേക്കായി എൻ്റെ മുടി. അപ്പോൾ ഞാൻ ഇനി തൊട്ടിട്ട് സ്കിൻ കെയറിൻ്റെ കൂടെ തന്നെ ഹെയർ കെയറും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സ്കിൻ കെയർ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. നല്ലപോലെ പിഗ്മെൻറ്റേഷൻ അടിച്ച് മുഖത്ത് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളും മൂക്കുരുവന്ന പാടുകളും കരിമങ്കല്യം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെ ഇങ്ങനെ വായ ചുറ്റുമൊക്കെ കരിമങ്കല്യം, അങ്ങനെ ഒരു കോലത്തിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ സ്കിൻ കെയർ വീഡിയോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. നല്ല വ്യത്യാസം പറഞ്ഞാൽ നല്ല വ്യത്യാസം. എനിക്ക് അന്നത്തെ വെച്ച് ഇന്ന് എനിക്ക് നല്ല ഒരു വ്യത്യാസമാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുക, ഇനി ഹെയറും കൂടി അതുപോലെ ശ്രദ്ധിച്ചാൽ ഹെയറിൻ്റെ ആ മുടി കൊഴിച്ചിൽ നിൽക്കാനും താരൻ മാറാനും പുതിയ മുടികളൊക്കെ ഒന്ന് ബേബി ഹെയറുകളൊക്കെ ഇങ്ങനെ മുളച്ച് വരുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് വീണ്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ ചെയ്തതായിരുന്നു ഹെയർ കെയർ, പിന്നെയും ഞാനത് വിട്ടു. ഇപ്പം ഞാനിപ്പോൾ പിന്നെ ഹെയർ കെയറിൻ്റെ ആ ഒരു നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ മുടി ഇങ്ങനെ ഊരി പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു കുറവ് കിട്ടണം. 2 ആഴ്ചയായിട്ട് ഞാൻ ഉപയോഗിച്ച് കൊണ്ടിരിക്കണം ഒരു ടോണറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മുടി മൊത്തത്തിൽ ഇങ്ങനെ മണ്ടേന്നേ പെറിഞ്ഞു പോകാൻ തുടങ്ങി. കുളിച്ച് കഴിഞ്ഞാൽ ബാത്റൂം മുഴുവൻ അടിച്ചു വാരി തുടങ്ങിയപ്പോൾ തുടയ്ക്കണ തുണി മുഴുവനും പറഞ്ഞ മതിലില്ലേ, അങ്ങനെ എനിക്ക് മുടി കൊഴിയായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട്. ടെൻഷനും കൂടിയാണ് ഒന്നാമത്തത്. നല്ല ടെൻഷനോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേർക്കൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥ എന്താണെന്നുള്ളത് അറിയും. അത് ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ടെൻഷൻ കൊണ്ട് തന്നെ ചില അസുഖങ്ങളും വന്നു. ഇപ്പോൾ ജീവിതകാലം മൊത്തം നമുക്ക് അതിൻ്റെ മരുന്ന് കഴിക്കണം. അതിൻ്റേതായ ഒരു ഇത് എൻ്റെ മുടി കൊഴിച്ചിലുണ്ട്, അതും എനിക്ക് ബാധകമാണ്. പിന്നെ കുറേ വെള്ളത്തിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് മുടി കൊഴിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ സ്കിന്നിൽ എനിക്ക് ആ റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഹെയറിലും കൂടി ആ റിസൾട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ലൊരു ടോണറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടോണർ ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി. ഇതാണ് ടോണർ. അപ്പോൾ 2 ആഴ്ച കൊണ്ടൊക്കെ മുടി കൊഴിച്ചിലൊന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കും, പിടിച്ച് കെട്ടിയ പോലെയാണ് മുടി കൊഴിച്ചിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്നെപ്പോലെ മുടി ആയവർക്കും ഇനി നല്ല മുടി ഉണ്ട്, ഇനി മുടിക്ക് കൊഴിച്ചിലൊന്നും തട്ടാതെയും താരൻ മാറാനും ഒക്കെ ആവശ്യമുള്ളവരും, അതുപോലെ തന്നെ മുടിയൊക്കെ മുടിയുടെ അറ്റ ഇങ്ങനെ പിളർന്നു പോകണൊരിതുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കുറവ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച്, എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും എന്താ പറയുക മറക്കരുത് കേട്ടോ. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. ഹെയർ ടോണറാണ് ഉണ്ടാക്കാൻ പോണത്. എൻ്റെ മുടി കൊഴിച്ചിൽ നല്ലപോലെ പറഞ്ഞാൽ നല്ലപോലെ ഊരി പോകണതായിരുന്നു. കുറേ ആയിട്ട് ഹെയറിൻ്റെ ഒന്നും ശ്രദ്ധിക്കാറില്ല, അതുമാതിരി എൻ്റെ വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ. ഇപ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് കാണിച്ചു തരണം. നല്ലപോലെ മുടി കൊഴിച്ചിൽ നിന്നു. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉള്ളിയാണ് കേട്ടോ എടുത്തേക്കണത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കുക. എൻ്റെ അത് ചെറിയ ഉള്ളി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സബോള എടുത്തേക്കണം. അപ്പോഴും ഞാൻ സബോളേനെ എടുത്തത്. ഇത് ഒരു സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം ഇത് റോസ്മേരിയുടെ ഡ്രൈ ലീഫാണ് കേട്ടോ. നമ്മൾ റോസ്മേരി വാട്ടർ വാങ്ങി ഉപയോഗിക്കാറില്ലേ, അപ്പോൾ നമുക്ക് റോസ്മേരി വാട്ടറിനൊക്കെ നല്ല വിലയാണ്. നമുക്ക് റോസ്മേരിയുടെ ഇല, ഇങ്ങനെ ഉണങ്ങിയ ഇല ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഇതിലൊരു പാക്കറ്റ് നിറച്ചുണ്ടായിരുന്നതാണ്. അത് മൊത്തം ഞാൻ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞതാട്ടോ. ഇതുണ്ടോ, ഇതാണ് റോസ്മേരി ലീഫ്. അത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം വേറെ ഒന്നുമല്ല, നമ്മുടെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകവും അതേ അളവിൽ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുടി പെട്ടെന്ന് പിടിച്ച് കെട്ടിയ പോലെയാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നത്. താരൻ മാറും, മുടിക്കൊരു കനം തോന്നിക്കും, പുതിയ കുഞ്ഞ് ഹെയറുകളൊക്കെ മുളച്ച് വരാനൊക്കെ നല്ലപോലെ സഹായിക്കും കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇത്ര പോകുന്ന 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുക. ഇനി നമുക്കിത് കത്തിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ സ്റ്റൗവ് കത്തിച്ചു കൊടുത്തു. ഇനി ഇത് അടച്ച് വെച്ച് സിമ്മിലിട്ട് തിളപ്പിക്കണം. നല്ല തീയിലിടരുത്, സിമ്മിലിട്ട് നമുക്കിത് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ കുറച്ച് കൊടുത്തു. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് സിമ്മിലിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അടപ്പത്ത് വെച്ചു. ഇനി ആ ഉള്ളിയുടെ നീരൊക്കെ ആ വെള്ളത്തേക്ക് ഇറങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക റോസ്മേരിയുടെ ആണെച്ചാലും കരിഞ്ജീരകത്തിൻ്റെ ഒക്കെയും സത്തുകളുണ്ടല്ലോ, അത് മുഴുവൻ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നമുക്കൊരു 1 ഗ്ലാസ് ഒഴിച്ചത്
അതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചെറുതായി ഒന്ന് വറ്റിക്കണം. വറ്റിച്ചതിന് ശേഷം ചൂടാറിയിട്ട് വേണം ഇതിൽ ഇനി എന്താ ഉപയോഗിക്കേണ്ടത്, ഇനി എങ്ങനെ ഞാൻ ഉപയോഗിക്കാറ് എന്നുള്ളത് കാണിച്ചു തരാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ടോണർ ഇങ്ങനെ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തുറന്നപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അടപ്പം ഇങ്ങോട്ട് തുറന്നപ്പോൾ ഇവിടെ മുഴുവനും റോസ്മേരിയുടെ മണമാണേ, ഭയങ്കര മണമാണ്. അപ്പോൾ നമുക്ക് ഇനി അടച്ചു കൊടുത്ത് കുറച്ച് നേരം കൂടി അത് വേവിക്കാം. നല്ലോണം തിളച്ച് മറിയാൻ തുടങ്ങിയിട്ടോ. ഉള്ളിയൊക്കെ വെന്ത് നല്ല കളറ് മാറി. റോസ്മേരിയുടെ ആണെച്ചാലും കരിഞ്ജീരകത്തിൻ്റെ എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി കളറ് മാറി, വെള്ളമൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഇത്രയും വറ്റിയുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇവിടുന്ന് ഉണ്ടായിരുന്ന വെള്ളം ഇത്രയും വറ്റി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതാ നമ്മളുണ്ടാക്കിയ ടോണർ നല്ലപോലെ ചൂടാറി കണ്ടോ. ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് നല്ലതായി കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത ഗ്ലാസ്സിന് തന്നെ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഗ്ലാസിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് തിളപ്പിച്ചൊന്ന് വറ്റിക്കണം, കാരണം ഇതിൻ്റെ സത്തെല്ലാം ഇതിൽ ഇറങ്ങണമല്ലോ. അപ്പോൾ ഇതാ അര ഗ്ലാസ്സായി കണ്ടല്ലേ. ഇനി നമുക്ക് ഒരു ടോണറിൻ്റെ കുപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്കിത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ നിങ്ങൾ തലയിലേക്ക് യൂസ് ചെയ്യുന്നത് അത് ഒരു 2-3 ഡ്രോപ്സ് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക. കാരണം നിങ്ങൾ എണ്ണ തേച്ചിട്ട് നിങ്ങൾ ചെയ്യണത് ഏറ്റവും നല്ലത്, മുടി ഡ്രൈ ആവാതിരിക്കും. അല്ല നിങ്ങൾ എണ്ണ തേക്കാതെ അങ്ങനെ ഡയറക്റ്റ് തേക്കണവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു 4-5 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കുപ്പിയിലേക്ക്. അത് നിങ്ങൾക്ക് ഒഴിക്കണതിന് മുമ്പാണെന്ന് വെച്ചാൽ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ കുലുക്കി കൊടുക്കുക. അപ്പോൾ ഈ ഓയിൽ എല്ലായിടത്തും മിക്സ് ആയിക്കോളും. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് കുലുക്കി കൊടുക്കുക. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. നല്ല അടിപൊളിയാണ്. ഉള്ളിയും എന്താ പറയുക, നമ്മുടെ മുടിക്ക് നല്ല തണുപ്പാണ്. ഇപ്പോൾ നല്ല ചൂട് കാലം, നല്ല തണുപ്പാണ്. നമുക്ക് എന്താ പറയുക, മുടിയൊക്കെ നല്ലപോലെ താരൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നല്ലപോലെ സഹായിക്കും. പുതിയ കിളിർത്ത് വരും, മുടി കൊഴിച്ചിൽ നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കരിഞ്ചീര കാണിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരിയുടെ ലീഫാണെങ്കിലും അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ കുറേ ഉപയോഗിച്ചതാണ്, പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി. ഇപ്പോൾ പിന്നെയും ഞാൻ സ്റ്റാർട്ട് ചെയ്തു 2 ആഴ്ചയായിട്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഒരുപാട് മുടിയൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത വിധത്തിൽ എനിക്കുണ്ട് എൻ്റെ മുടിയുടെ അവസ്ഥ. ഇതിന് മുമ്പ് ഞാൻ ഹെയർ കെയർ ചെയ്തപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നല്ലോണം മുടിയിൽ എണ്ണയൊക്കെ ഓയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം ഓയിൽ ചെയ്തതാണ്, പിന്നെ കഴുകി കളഞ്ഞിട്ടില്ല. അപ്പം മുടി ഡ്രൈ ആവാതിരിക്കാൻ നിങ്ങൾ ഇതിൽ ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ മുടിയിൽ ഓയിൽ ചേർത്തതിന് ശേഷം ഇത് ചെയ്യാം കേട്ടോ. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി. മുടിയിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ കയ്യിലേക്ക് നമ്മളിങ്ങനെ എടുക്കില്ലേ, ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇതുള്ളത് കൊണ്ട് ഞാനിത് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മണ്ടയിൽ നല്ലപോലെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു മസാജ് കൊടുക്കുക. ഇടയ്ക്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ കുറഞ്ഞതായിരുന്നു, മുടിയൊക്കെ നല്ലപോലെ കിളിർത്ത് വന്നതുമായിരുന്നു കേട്ടോ. പിന്നെയും ഞാൻ മുടിയുടെ അത് ശ്രദ്ധ വിട്ടപ്പോൾ പിന്നെയും അത് പണ്ടത്തെ പോലെയായി. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കാലം അടുപ്പിച്ച് ചെയ്യണം. അതുപോലെ തന്നെ മുടിയുടെ ബാക്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ മുടിയുടെ അറ്റം പിളർന്നു പോകുന്നതിനൊക്കെ ഒരു സഹായമാവും. മുടി മൊത്തത്തിൽ ഇങ്ങനെ ഇവിടെ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജ് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ഞാനിപ്പോൾ രാത്രി ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ ഇതിങ്ങനെ വിടും, കഴുകുകയൊന്നും ചെയ്യില്ല കേട്ടോ. രാവിലെ കുളിക്കുന്ന സമയത്ത് കഴുകുള്ളൂ. മുടി കൊഴിച്ചിൽ നിന്നു മെയിനായിട്ട്. ഇനി ചെറിയ മുടികൾ കിളിർത്ത് വന്നോളൂ. മുടി മൊത്തം പോയിട്ടൊരു കഷണ്ടി പോലെ ആയിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ മുടി മൊത്തം ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഇത് ഇങ്ങനെ കെട്ടി വെക്കരുത് ഇനി, കാരണം മുടി മുഴുവൻ ഈറനായിരിക്കുക. ഇനി നമുക്കൊരു ഇതൊന്ന് ഉണങ്ങണ വരെ ഇങ്ങനെ പരത്തിയിടുക. അതിന് ശേഷം നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചെയ്യുക, ചിലർ മടഞ്ഞിടും, ചിലർ നെറുകിൽ കെട്ടി വയ്ക്കും. ഞങ്ങളുടെ അവിടെയൊക്കെ നെറുകിൽ കെട്ടി വയ്ക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ അവിടെ എങ്ങനെ ചെയ്യുക അതുപോലെ ചെയ്ത്, നിങ്ങളെങ്ങനെ ചെയ്യാറ് അതുപോലെ ചെയ്ത് രാത്രി ചെയ്യണവർക്ക് രാവിലെ കഴുകിക്കളയുക. അല്ല നിങ്ങൾ കുളിക്കണതിന് മുമ്പ് ചെയ്യണേക്കാളും നല്ലത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യണതാണ് കേട്ടോ. ഒരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ല, റോസ്മേരിയുടെ മണമേ വരുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ചെയ്യണത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്ക്. നിങ്ങളുടെ മുടി കൊഴിച്ചിലും മാറട്ടെ, താരനെല്ലാം മാറി നല്ല കരുത്തോടു കൂടി നല്ല ഹെൽത്തോടു കൂടി നല്ല മുടി വളരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത് എങ്ങനെയെന്ന് അറിയിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.